അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന് തിരിച്ചടി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദിലീപിന്റെ ആവശ്യം കോടതി തള്ളിയത്? അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇത് വലിയ ഒരു നേട്ടമാണോ? രേണുക, നേരത്തെ ദിലീപ് ഈ സമാനമായ രീതിയിൽ തന്നെ ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോൾ അതിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേസിലെ പല തെളിവുകളും നിലനിൽക്കുന്നതല്ല എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിന്റെ ചുവട് പിടിച്ചാണ് ഈ കേസന്വേഷണം തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ദിലീപിനെതിരെ കൃത്യമായ തെളിവുകൾ ഈ കേസിൽ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാണ് കേസിൽ തുടരന്വേഷണം നടത്താം, അല്ലെങ്കിൽ അന്വേഷണം തുടരാമെന്ന ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കേസിന്റെ ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനാവില്ല എന്നും കോടതി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ദിലീപിന്റെ ഹർജിയിൽ വിശദമായി തന്നെ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞ് കേസ് പരിഗണിക്കുകയും ചെയ്തു. പക്ഷേ താൽക്കാലികമായെങ്കിലും കേസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്ത് ഇതിൽ വാദം കേൾക്കണമെന്ന ആവശ്യമാണ് ദിലീപ് മുന്നോട്ട് വെച്ചത്. ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകനായ സിദ്ധാർത്ഥ് അഗർവാളാണ് ഇന്ന് കോടതിയിൽ ദിലീപിന് വേണ്ടി ഹാജരാകുകയും ചെയ്തത്. പക്ഷേ അടിയന്തരമായി സ്റ്റേ എന്ന ആവശ്യം അംഗീകരിക്കാത്തത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഈ ഫോൺ രേഖകൾ അടക്കം ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മുംബൈയിലെ ലാബിലെത്തിച്ച് ഇത്തരത്തിൽ വിലപിടിച്ച പല രേഖകളും ദിലീപ് ഡിലീറ്റ് ചെയ്തു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം ഈ കേരളത്തിൽ നിന്നുള്ള കോഴിക്കോട് നിന്നുള്ള IT വിദഗ്ധനായ സായി ശങ്കറെ ഉപയോഗിച്ച് ബി രാമൻപിള്ള എന്ന അഭിഭാഷകന്റെ ഓഫീസിലെത്തിച്ചു പോലും രേഖകൾ മായ്ച്ചു കളഞ്ഞു എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ശക്തമായ തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് വാദിച്ചത്. എന്നാൽ ഇത്തരത്തിൽ തന്റെ സ്വകാര്യ വിവരങ്ങൾ മാത്രമാണ് ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കേസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ രേഖകൾ ഡിലീറ്റ് ചെയ്യാൻ താൻ തീരുമാനിച്ചതാണ്. കേസിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു തരത്തിലുള്ള രേഖകളും താൻ ഡിലീറ്റ് ചെയ്തില്ല എന്നടക്കമുള്ള വാദങ്ങൾ ദിലീപിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ പ്രാഥമികമായി ഈ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. എന്തായാലും അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ശരി, എം.എസ്. അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ ഫ്ളാറ്റിൽ ക്രൈംബ്രാഞ്ച് പരിശോധന തുടരുകയാണ്. കോഴിക്കോട്ടെ ഫ്ളാറ്റിലാണ് പരിശോധന. നാളെ 11 മണിക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സായി ശങ്കറിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി.